ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7-ലെ ചാപ്റ്റർ 4 ആയ സിമ്പിൾ ഇക്വേഷൻസിലെ എക്സസൈസ് 4.1-ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. Check whether the value given in the brackets is a solution to the given equation or not. അതായത് ഈ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വാല്യൂ n is equal to 1 എന്ന് പറയുന്ന വാല്യൂ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിട്ട് വരുമോ അല്ലയോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യുന്നത്. അതിന് ഞാൻ n+5-നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്നും 19-നെ റൈറ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് എടുക്കണം. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് LHS ഈക്വൽ ടു RHS. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റിലെ വാല്യൂ ഒരു സൊല്യൂഷനായിട്ട് വരും. അപ്പം ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുവാണ്. LHS ഇസ് ഈക്വൽ ടു n+5. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂ n ഇസ് ഈക്വൽ ടു 1. അപ്പം ഞാൻ ഈ ഇക്വേഷനിൽ n ഇസ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n-ൻ്റെ പ്ലേസിൽ 1 കൊടുത്തു. 1+5 ഈക്വൽ ടു 6. ഇനി RHS എന്താണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 19 ആണ്. LHS RHSും ഇതിൽ നിന്ന് നമുക്ക് ഈക്വൽ അല്ല എന്ന് കിട്ടി. ദാറ്റ് മീൻസ് n ഇസ് ഈക്വൽ ടു 1 ഈസ് നോട്ട് എ സൊല്യൂഷൻ. ഓക്കെ, നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. 7n+5 is equal to 19 in bracket given that n is equal to -2. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്ന് പറയുന്നത് 7n+5. ഇതിൽ n-ൻ്റെ പ്ലേസിൽ -2 എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 7n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 into n എന്നാണ് മീനിങ്. So 7 into -2 plus 5. 7 into -2 എന്ന് പറയുന്നത് -14. -14 plus 5 എന്ന് പറയുന്നതാണ് -9. ഇനി നമ്മുടെ RHSലെ വാല്യൂ എന്താണ്? RHS is equal to 19. ഇതിൽ നിന്നും LHSും RHSും ഈക്വൽ അല്ല എന്ന് മനസ്സിലാവും. That is LHS not equal to RHS. അതായത് n ഇസ് ഈക്വൽ ടു -2 എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. Third question, 7n+5 is equal to 19 given that n is equal to 2. So LHS എന്ന് പറയുന്നത് 7n+5. ഈ ഇക്വേഷനിൽ n-ൻ്റെ പ്ലേസിൽ നമ്മൾ 2 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് 7 into 2 plus 5. 7 into 2 എന്ന് പറയുന്നത് 14 ആണ്. 14 plus 5 is equal to 90. So we got LHS എന്ന് പറയുന്നത് 19 എന്ന് കിട്ടും. ഇനി ക്വസ്റ്റ്യനിൽ നിന്ന് RHS എന്താ തന്നിരിക്കുന്നത്? RHS is equal to 9. അപ്പോൾ LHSും RHSും രണ്ടും 19നോട് ഈക്വൽ. ദാറ്റ് ഈസ് LHS ഈസ് ഈക്വൽ ടു RHS. ദാറ്റ് ഈസ് n is equal to 2 ഈസ് എ സൊല്യൂഷൻ. ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഗിവൺ equation. Next, fourth question. 4p minus 3 equal to 13 in bracket p is equal to 1. ഇവിടെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓർ LHS is equal to 4p minus 3. ഈ ഇക്വേഷനിൽ പിയുടെ പ്ലേസിൽ നമ്മൾ 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് 4 into 1 minus 3. 4 into 1 4 ആണ്. 4 minus 3 equal to 1. ഇനി ക്വസ്റ്റ്യനിൽ RHS എന്താ തന്നിരിക്കുന്നത്? RHS is equal to 13. ഇതിൽ നിന്ന് LHS is equal to 1 എന്നും RHS is equal to 13 എന്നും കിട്ടും. അതായത് LHS not equal to RHS. That means P is equal to 1 is
not a solution to the given equation. Next question, 4p minus 3 equal to 13 and p is equal to minus 4. ഇവിടെ LHS എന്ന് തന്നിരിക്കുന്നത് നമ്മൾ 4p minus 3 ആയിട്ട് എടുക്കുന്നു. ഈ ഇക്വേഷനിൽ പിക്ക് നമ്മൾ -4 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് 4 ഇൻറ്റു -4 -3. 4 ഇൻറ്റു -4 എന്ന് പറയുന്നത് -16 ആണ്. -16 -3. 16ഉം 3ഉം നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്ത് നെഗറ്റീവ് സൈൻ എടുക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ -90. ഇനി നമുക്ക് RHS ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 13 ആണ്. അപ്പോൾ LHS എന്ന് പറയുന്നത് -19ഉം RHS എന്ന് പറയുന്നത് 13ഉമാണ്. ഇതിൽ നിന്നും LHS നോട്ട് ഈക്വൽ ടു RHS എന്ന് കിട്ടുന്നു. അതായത് p is equal to -4 is not a solution. Next question, 4p minus 3 equal to 13 where p is equal to 0. ഇവിടെയും നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആയിട്ട് എടുക്കുന്നു. ദാറ്റ് ഈസ് LHS is equal to 4p minus 3. ഈ ഇക്വേഷനിൽ പിയുടെ പ്ലേസിൽ നമ്മൾ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് 4 ഇൻറ്റു 0 -3 എന്ന് കിട്ടുന്നു. 4 ഇൻറ്റു 0 0 ആണ്. 0 - 3 എന്നാൽ -3 ആണ്. അതായത് ഈ -3 എന്ന് പറയുന്നത് LHS ആണ്. ഇനി RHS എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എത്രയാണ്? 13 ആണ്. അപ്പോൾ LHS -3ഉം RHS 13ഉം. അതായത് LHS നോട്ട് ഈക്വൽ ടു RHS. Therefore, p is equal to 0 is not a solution. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സസൈസ് 4.1ലെ തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദ ഫോളോയിങ് ഇക്വേഷൻസ് ബൈ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 5p + 2 = 70. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ഈ ക്വസ്റ്റ്യനിലെ വേരിയബിൾ ആയ പിക്ക് നമ്മൾ ഓരോ വാല്യൂസ് ട്രൈ ചെയ്യും. അതാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അപ്പോൾ നമുക്കിവിടെ പിക്ക് 1 2 3 4 5 എക്സെട്ര ഈ വാല്യൂസ് ആണ് നമ്മൾ ട്രയൽ ചെയ്ത് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് പുട്ട് p ഈസ് ഈക്വൽ ടു 1. ഇനി ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് LHS എന്ന് പറയുന്നത് 5p + 2 ആണ്. ഇതിൽ പിയുടെ പ്ലേസിൽ നമ്മൾ ആദ്യം 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് 5 ഇൻറ്റു 1 + 2. 5 ഇൻറ്റു 1 എന്ന് പറയുന്നത് 5 ആണ്. 5 + 2 = 7. അതായത് LHSന്റെ വാല്യൂ നമുക്ക് 7 എന്ന് കിട്ടി. ഇനി RHS നോക്കൂ. RHSന്റെ വാല്യൂ എന്താണ്? 17 ആണ്. സോ 7 നോട്ട് ഈക്വൽ ടു 70. അതായത് p is equal to 1 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എറർ ആണ്. നെക്സ്റ്റ് നമ്മൾ ഇനി ട്രയൽ ചെയ്യാൻ പോകുന്നത് 2 എന്ന വാല്യൂ ആണ്. അപ്പോൾ p is equal to 2. Again, left hand side is equal to, the equation is 5p + 2. ഇതേ ഇക്വേഷനിൽ നമ്മൾ വീണ്ടും പിക്ക് 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് 5 ഇൻറ്റു 2 + 2. 5 ഇൻറ്റു 2 എന്നാൽ അത് 10 ആണ്. 10 + 2 = 12. അതായത് LHSന്റെ വാല്യൂ നമുക്കിപ്പോൾ 12 എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഇനി RHSന്റെ വാല്യൂ നോക്കുക. അത് 17 ആണ്. So 12 not equal to 70. Again error. Next നമ്മൾ പിക്കിന് 3 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Put p is equal to 3. Then left hand side is equal to 5
പി പ്ലസ് 2. ഈ ഇക്വേഷനിൽ വീണ്ടും നമ്മൾ പിക്ക് 3 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 5 ഇൻറ്റു 3 പ്ലസ് 2. 5 ഇൻറ്റു 3 എന്ന് പറയുന്നത് 15 ആണ്. 15 പ്ലസ് 2 ഈക്വൽ ടു എന്ത് കിട്ടി? 17 എന്ന്. ഈ 17 എന്ന് പറയുന്നത്, അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്കിപ്പോൾ 17 എന്ന് കിട്ടി. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലെ വാല്യൂ നോക്കുക. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എഗെയിൻ 17. സോ 17 ഈക്വൽ ടു 17. അതായത് LHSഉം RHSഉം ഈക്വൽ ആയി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ദ റൈറ്റ് ഹാൻഡ് സൈഡ്. സോ നമുക്ക് P is equal to 3 is a solution to the given equation. ഈ മെത്തേഡിനാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, 3m minus 14 is equal to 4. ഇവിടെയും നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ വേരിയബിൾ എന്ന് പറയുന്നത് m ആണ്. എമ്മിന് നമ്മൾ 1 മുതൽ ഉള്ള വാല്യൂസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1, 2, 3, 4 എക്സെട്ര. ഈ വാല്യൂസ് ഓരോന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പുട്ട് m ഈസ് ഈക്വൽ ടു 1. Then left hand side is equal to 3m minus 40. ഈ ഇക്വേഷനിൽ നമ്മൾ എമ്മിന് ഫസ്റ്റ് 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 3 ഇൻറ്റു 1 മൈനസ് 40. 3 ഇൻറ്റു 1 എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് 14 ഇസ് ഈക്വൽ ടു മൈനസ് 11. സോ LHSന്റെ വാല്യൂ നമുക്ക് മൈനസ് 11 എന്ന് കിട്ടി. ഇവിടെ RHS എന്ന് പറയുന്നത് 4 ആണ്. സോ LHS നോട്ട് ഈക്വൽ ടു RHS, അതായത് മൈനസ് 11 നോട്ട് ഈക്വൽ ടു 4. നെക്സ്റ്റ് നമ്മൾ m ഇസ് ഈക്വൽ ടു 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. പുട്ട് m ഇസ് ഈക്വൽ ടു 2. Again the left hand side is equal to, this is the equation given in the question, 3m minus 14. ഇവിടെയും നമ്മൾ mനെ 2 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 3 ഇൻറ്റു 2 മൈനസ് 40. 3 ഇൻറ്റു 2 എന്നത് 6 ആണ്. 6 മൈനസ് 40 ഇസ് ഈക്വൽ ടു മൈനസ് 8. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ വാല്യൂ നമുക്ക് 8 എന്ന് കിട്ടി. അതും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ഇവിടെ 4 ആണ്. സോ മൈനസ് 8 നോട്ട് ഈക്വൽ ടു 4. നമ്മൾ നെക്സ്റ്റ് ഇനി m ഇസ് ഈക്വൽ ടു 3 എന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. LHS is equal to 3m minus 40. ഇവിടെ നമ്മൾ നെക്സ്റ്റ് വാല്യൂ ആയ 3 ആണ് എമ്മിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് 3 ഇൻറ്റു 3 മൈനസ് 40. 3 ഇൻറ്റു 3 എന്ന് പറയുന്നത് 9 ആണ്. 9 മൈനസ് 14 ഇസ് ഈക്വൽ ടു മൈനസ് 5. അതായത് LHS ആണ് നമുക്ക് മൈനസ് 5 എന്ന് കിട്ടിയിരിക്കുന്നത്. RHS ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് തന്നിട്ടുണ്ട് 4 ആണ്. അതായത് LHS നോട്ട് ഈക്വൽ ടു RHS. നെക്സ്റ്റ് നമ്മൾ എമ്മിന് 4 എന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് പുട്ട് m ഇസ് ഈക്വൽ ടു 4. ദെൻ LHS ഇസ് ഈക്വൽ ടു, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇക്വേഷൻ, അതായത് 3m മൈനസ് 40. ഈ ഇക്വേഷനിൽ നമ്മൾ m എന്നുള്ള വേരിയബിളിന് നെക്സ്റ്റ് വാല്യൂ ആയ 4 ആണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് 3 ഇൻറ്റു 4 മൈനസ് 40. 3 ഇൻറ്റു 4 എന്ന് പറയുന്നത് 12 ആണ്. 12 മൈനസ് 14 ഇസ് ഈക്വൽ ടു മൈനസ് 2. ഈ മൈനസ് 2 എന്ന് പറയുന്നത് നമ്മുടെ LHS ആണ്. LHS ഇസ് ഈക്വൽ ടു മൈനസ് 2. നമ്മുടെ RHS എന്താണ്? 4 ആണ്. അപ്പോൾ ഇതിൽ നിന്നും LHS നോട്ട് ഈക്വൽ ടു RHS എന്ന് നമുക്ക് മനസ്സിലാവും. നെക്സ്റ്റ് നമ്മൾ എമ്മിന് 5 എന്ന വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് m ഇസ് ഈക്വൽ ടു 5. അഗെയിൻ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇസ് ഈക്വൽ ടു 3m മൈനസ് 40. ഇതിൽ എമ്മിന് നമ്മൾ 5 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് 3 ഇൻറ്റു 5 മൈനസ് 40. 3 ഇൻറ്റു 5 എന്ന് പറയുന്നത് 15 ആണ്. 15 മൈനസ് 14 ഈസ് ഈക്വൽ ടു 1 ആണ്. അതായത് ഈ 1 എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. സോ LHS ഇസ് ഈക്വൽ ടു 1 ആൻഡ് RHS ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 4. ഇതിൽ നിന്ന് വീണ്ടും നമുക്ക് LHS നോട്ട് ഈക്വൽ ടു RHS എന്ന് കിട്ടും. അതുകൊണ്ട് നമ്മൾ വീണ്ടും അടുത്ത വാല്യൂ ട്രയൽ ചെയ്യുവാണ്. പുട്ട് m ഇസ് ഈക്വൽ ടു 6. ദെൻ LHS is equal to the given equation in the question, 3m minus 14.
ദാറ്റ് ഈസ് 3 ഇൻറ്റു 6. എമ്മിനെ നമ്മൾ 6 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 ഇൻറ്റു 6 മൈനസ് 14. 3 ഇൻറ്റു 6 18 ആണ്. 18 മൈനസ് 14 ഇസ് ഈക്വൽ ടു 4. അതായത് ഈ 4 എന്ന് പറയുന്നത് LHS ആണ്. ഇനി RHS എന്താണ്? RHSും 4 ആണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? LHS ഈക്വൽ ടു RHS ഈക്വൽ ടു 4. രണ്ടും 4 തന്നെയാണ്. അതായത് M is equal to 6 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ ആണ്.